ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत। हरे कृष्णा पार्वती माता जी। ഹരേ കൃഷ്ണ ധർമ്മപ്രണം. നമ്മൾ വായിക്കുന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 9ാമത്തെ അധ്യായം രണ്ടാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ച് വിവരിക്കുകയാണ് ചെയ്തത്. ഇന്ന് അതിന്റെ പർപ്പോട്ട് വായിക്കാം. എന്തായാലും അതിനു മുമ്പ് ഒരു പ്രാവശ്യം നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. രാജവിദ്യാ രാജഗുഹ്യം പവിത്രം ഇദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. രാജവിദ്യാ രാജഗുഹ്യം പവിത്രം ഇദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. എല്ലാവരും ഒരു പ്രാവശ്യം ചൊല്ലിക്കോളൂ. രാജവിദ്യാ രാജഗുഹ്യം പവിത്രം ഇദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. മാതാജി. രാജവിദ്യാ രാജഗുഹ്യം പവിത്രം ഇദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. പാർവതി മാതാജി. രാജവിദ്യാ രാജഗുഹ്യം പവിത്രം ഇദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. ട്രാൻസ്ലേഷൻ സിമി മാതാജി ഒന്ന് വായിച്ചോളൂ. Translation: This knowledge is the king of education, the most secret of all secrets. It is the purest knowledge, and because it gives direct perception of the self by realization, it is the perfection of religion. It is everlasting and it is joyfully performed. വെരി ഗുഡ്. പർപ്പോട്ട് വായിക്കാം, എന്നിട്ട് അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. This chapter of Bhagavad Gita is called the King of Education because it is the essence of all doctrines and philosophies explained before. അപ്പോൾ എന്താണ് പ്രഭുപാദ പർപ്പോട്ടിൽ പറയുന്നത്? ഈ ഭഗവത്ഗീത ഇത് നമ്മളുടെ വിദ്യയുടെ രാജാവാണ്. കാരണം ഇത് എല്ലാവരുടെയും എന്താണ് എസെൻസ് ആണ്. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാല നന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. അല്ലെ, എല്ലാ ഉപനിഷത്തിന്റെയും എസെൻസ് ആണ്, സാരമാണ്. ഇവിടെ എല്ലാ ഡോക്ടറിൻസ്, എല്ലാ തത്വത്തിന്റെയും, എല്ലാ സിദ്ധാന്തങ്ങളുടെയും, എല്ലാ ഉപദേശങ്ങളുടെയും എന്താണ് എസെൻസ് ആണ്, സാരമാണ്, സത്താണ്. ഇത് പല ഫിലോസഫേഴ്സും നമ്മളുടെ വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, പല ഫിലോസഫേഴ്സും പറ്റിയിട്ട് ഓത്തന്റിക് ആയിട്ടുള്ളത്. അപ്പൊ അവരെല്ലാം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോളജ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ അവരുടെ പേരാണ് ഇവിടെ പറയുന്നത്. എമംഗ് ദ പ്രിൻസിപ്പൽ ഫിലോസഫേഴ്സ് ഇൻ ഇന്ത്യ ആർ ഗൗതമ, കണാഡ, കപില, യജ്ഞവൽക്യ, ശാണ്ഡില്യ ആൻഡ് വൈശ്വാനര. ഇവരെല്ലാം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് നോളജ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ,
ഗൗതമ, എനിക്ക് തോന്നുന്നു ന്യായ, കന്നഡ വൈശേഷിക, കപില സാഖ്യ, ഓക്കെ, പിന്നെ യജ്ഞവൽക്യ ഉപനിഷത്ത്, അതുകൊണ്ട് അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ശാണ്ഡില വൈഷ്ണവ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ഫൈനലി വ്യാസദേവ വേദാന്ത സൂത്രം. അവരെല്ലാം ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫീസ് ആണ്. അവര് എക്സ്പേർട്ട്, അതിന്റെ എക്സ്പേർട്ടാണ്. വ്യാസദേവനെയാണ് ഇവരെ ഈ പ്രൊഫസേഴ്സിനെ ഓതറൈസ് ചെയ്തിരിക്കുന്നത്. വ്യാസദേവൻ വേദാന്ത സൂത്രം, ഫൈനൽ കൺക്ലൂഷൻ. അപ്പൊ ഇതെല്ലാം നമ്മളുടെ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും തത്വസിദ്ധാന്തങ്ങളുമാണ്. പക്ഷെ ഫൈനലി നമുക്ക് വേദാന്ത സൂത്രം തന്നിരിക്കുന്നതാണ് വ്യാസദേവൻ. അപ്പൊ ഇത് നമ്മളുടെ ഭൗതിക ജീവിതത്തിനെയും ആധ്യാത്മിക ജീവിതത്തിനെയും നമുക്ക് എങ്ങനെ ഉന്നതി നേടാൻ വേണ്ടി സാധിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് നോളജ് ആണ്. സോ ദർ ഇസ് നോ ഡെപ്ത് ഓഫ് നോളജ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിലോസഫി ആൻഡ് ട്രാൻസൽ നോളജ്. ഭൗതിക തലത്തിലും അതേപോലെ ആധ്യാത്മിക തലത്തിലും അതായത് നോളജിന്റെ വിദ്യക്ക് യാതൊരു കുറവുമില്ല. യു ടേക്ക് എനിത്തിങ് ഇസ് ദർ. അതിന് വേണ്ടുന്ന ബേസിക്സ് ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലുണ്ട്. ഈവൻ ഫോർ എ ഗുഡ് മെറ്റീരിയൽ ലിവിങ്, മെറ്റീരിയൽ വേൾഡിൽ എങ്ങനെ നല്ലൊരു മെറ്റീരിയലിസ്റ്റ് ആയിട്ട് ജീവിക്കാം, അതിനുള്ള കഴിവുണ്ട്. അതേപോലെ ആധ്യാത്മിക ലോകത്തിൽ നമുക്ക് എങ്ങനെ ഉന്നതി നേടാം, അതിനുള്ള കഴിവും ഇതിലുണ്ട്. നൗ ദ ലോർഡ് സേസ് ദാറ്റ് ദിസ് 9th chapter is the king of all such. എല്ലാ സിദ്ധാന്തങ്ങളുടെയും ബോത്ത് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ, അതിന്റെ കിങ് ആണ് 9th chapter ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ദ എസൻസ് ഓഫ് ഓൾ നോളേജ് that can be derived from the study of the Vedas and different kinds of philosophy. It is the most confidential because confidential or transcendental knowledge involves understanding the difference between the soul and the body, and the king of all confidential knowledge culminates in devoted service. അപ്പോൾ ഇത് നമ്മളുടെ ആത്മാവും ശരീരം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിൻ്റെയും മീതെ എന്താണ് എൻ്റെ കൾമിനേഷൻ, അതിൻ്റെ എസെൻസ് എന്താണ്? ഡിവോഷൻ സർവീസ്, ഭക്തിയുത സേവനം. ആ ഭക്തിയുത സേവനത്തിലൂടെ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. മനുഷ്യ ജീവിതത്തിലെ ആ ലക്ഷ്യത്തിന് നമുക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ. So generally people are not educated in this confidential knowledge. They are educated in external knowledge. As far as ordinary education is concerned, people are involved with so many departments: politics, sociology, physics, chemistry, mathematics, astronomy, engineering, etc. ഇതൊക്കെല്ലാം ഭൗതിക തലത്തിലുള്ള എഡ്യൂക്കേഷൻ ആണ്, മെറ്റീരിയൽ എഡ്യൂക്കേഷൻ, to give more and more comfort to our body. അല്ലെ, കൂടുതൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെ പുഷ്ടിപ്പെടുത്താം, എങ്ങനെ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ നോളേജ്. അതെന്താണ്? പൊളിറ്റിക്സ്, സോഷ്യോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, astronomy, engineering എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. There are so many departments of knowledge all over the world and many huge universities, but there is unfortunately no university or education institution where the science of the spirit soul is instructed. Prabhupada MIT പോയ സമയത്ത് ആദ്യം ചോദിച്ചത് പ്രൊഫസറിനോട് ചോദിച്ചത്, so you have so many departments, but where is that department which teaches about the soul? Professor was sorry, we don't have any such department. അതാണ് അവിടെ പ്രഭുപാദ പറയുന്നത്. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഒരുപാട് കോളേജസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പക്ഷെ അവിടെ സ്പിരിറ്റ് സോളിനെ, ആത്മാവിനെ പറ്റിയിട്ട്, സെൽഫിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല എന്നാണ് ഒരു നിർഭാഗ്യം എന്ന് പറയുന്നത്. യെറ്റ് ദ സോൾ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, ആത്മാവാണ് നമ്മളുടെ ശരീരത്തിൽ കുട്ടികൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ട് അല്ലേ. പക്ഷെ അതിനെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി ആരും പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. നമ്മളെല്ലാം എക്സ്റ്റേണലായിട്ട് ഗ്രോസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രമാണ്. അപ്പൊ അതിലും മീതെ സയന്റിസ്റ്റിനോ അല്ലെങ്കിൽ ഭൗതിക തലത്തിൽ ചിന്തിക്കുന്ന അവർക്ക് മനസ്സിലാവില്ല. കാരണം അവരെന്താണ് സയൻസിലൂടെ ഇതെല്ലാം പഠിക്കുന്നത്, ത്രൂ റിസർച്ച് അല്ലെ, റിസർച്ചിനാണ്, എക്സ്പെരിമെന്റിൽ കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ എക്സ്പെരിമെന്റിൽ
മനസ്സും ബുദ്ധിയും അതേപോലെ ആത്മാവിനൊന്നും കാണാൻ പറ്റില്ല. എന്നാലും മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ദേ കനോട്ട് സീ ഇറ്റ്, ദേ കനോട്ട് ലൊക്കേറ്റ്. അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ബുദ്ധി എവിടെയാണ്, ഓക്കെ, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, മനസ്സ് എവിടെയാണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത് അവർക്കറിയില്ല. പക്ഷെ ദേ അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് മൈൻഡ്, ദർ ഇസ് ബുദ്ധി. പക്ഷെ അതിലും ഉപരിയാണ് സോൾ. അപ്പൊ അതിനെ അവർ അക്സെപ്റ്റും ചെയ്യുന്നില്ല. മിക്ക സയന്റിസ്റ്റും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചില സയന്റിസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സോൾ ഉണ്ട്, ദാറ്റ് ഈസ് ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നവര്. So yet the soul is the most important part of the body. Without the presence of soul, the body has no value. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? Without the presence of the soul, the body has no value. എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? Without the presence of the soul, the body has no value. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്താ ആലോചിക്കേണ്ടത്? Consciousness. സോളില്ലെങ്കിൽ പറഞ്ഞോളൂ. സെമി മാതാജി പറഞ്ഞു. സോളില്ലെങ്കിൽ പിന്നെ ബോഡി ഡെഡ് ബോഡി ആയില്ലേ? എന്നെ പറയണേ, വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ദ ബോഡി ഹാസ് നോ വാല്യൂ. നമ്മുടെ സോൾ ആത്മാവ് വിട്ടു പോയാൽ അത് എന്തായി? ഇനേർട്ട് മാറ്റർ അല്ലേ, ജഡവസ്തുവായി. കോൺഷ്യസ്നെസ് ഉണ്ടാവും, സോൾ ഉണ്ടാവണം. കോൺഷ്യസ്നെസ്, നമ്മളുടെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് സോളിന്റെ പ്രസൻസ് കൊണ്ടാണ്. അന്ന് എന്താ പറയാ, ആ സോളില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വില 110 രൂപയാണ്. സോൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ വാല്യൂ 110 രൂപ അത്ര. Yet the soul is the most important part of the body. Without the presence of soul, body has no value. Still, people are placing great stress on the bodily necessities of life, not caring for the vital soul. പക്ഷെ നമ്മൾ ഏറ്റവും പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മളുടെ ബോഡി പാർട്സിനാണ്, ഗ്രോസ് ബോഡിക്കാണ്. നമ്മളുടെ ആത്മാവിനെ പറ്റി പറയുന്നില്ല. എന്താണോ നമുക്ക് ഇത്രയും ഈ ഊർജം തരുന്നത്, അതിനെപ്പറ്റി നമ്മൾ മറക്കുന്നു, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. ആ ഊർജം ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ അത് ജഡമാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതിനെ കാത്തു സൂക്ഷിക്കാൻ ഒരുപാട് പ്രയത്നിക്കുന്നു, പൈസ ചെലവാക്കുന്നു, സമയം ചെലവാക്കുന്നു. പക്ഷെ അതിൻ്റെ സോഴ്സിനെ നമ്മൾ വില കൽപ്പിക്കുന്നില്ല, അതിന് യാതൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ലാണ്. അതില്ല എന്നാണ് നിർഭാഗ്യവശാൽ നമ്മളെല്ലാം ആ തലത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതാ പ്രഭാതോട് പറയുന്നത്. ഓക്കെ, still people are placing great stress on the bodily necessities of not caring for the vital soul. The Bhagavad Gita, especially from the 2nd chapter on, stresses the importance of the soul. In the very beginning, the Lord says that this body is perishable and that the soul is not perishable. Antavanta ime deha nityashokta sharirana. അപ്പോ ആത്മാവിന് യാതൊരു നാശം സംഭവിക്കുന്നില്ല, അത് അനശ്വരമാണ്, ശരീരം നശ്വരമാണ് എന്ന് വീണ്ടും വീണ്ടും ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എ കോൺഫിഡൻഷ്യൽ പാർട്ട് ഓഫ് നോളജ്. പക്ഷേ നമ്മളുടെ ഈ ഡൾ ഹെഡിൽ കയറുന്നില്ല. അത് ഉണ്ടോ? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടും അത് നമുക്ക് മനസ്സിലായി. എന്നാലും നമ്മൾ പുഷ്ടിപ്പെടുത്തുന്ന എന്താണ്? ശരീരത്തിന്. പ്രഭാത അതിന് കഥ പറയുന്ന പോലെ നല്ല ഒരു തത്തയുണ്ട്, സ്വർണ്ണക്കൂടുണ്ട്. സ്വർണ്ണക്കൂടിനെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് അതിനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. തത്തയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. എന്താ സംഭവിക്കുക? 2 ദിവസം കഴിഞ്ഞാൽ തത്ത ചത്തുപോവും അല്ലേ? കാണിച്ചാൽ നമ്മൾ സ്വർണ്ണക്കൂടിനെയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്തിനെ നമ്മളെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനെ നമ്മുടെ കെയർ ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള തത്ത, അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ വകവയ്ക്കുന്നില്ല. അപ്പൊ എന്തായി? സ്പിരിച്വലി ഇറ്റ് ഈസ് ഡെഡ്, മെറ്റീരിയലി ഇറ്റ് ഈസ് അലൈവ്. സ്പന്ദനമുള്ളിടത്തോളം കാലം ഓക്കെ ശരീരം ഫങ്ഷൻ ചെയ്യും, പക്ഷേ സ്പിരിച്വലി ഇറ്റ് ഈസ് ഡെഡ് ആണ്. So that is the confusional part of knowledge. Simply knowing that the spirit soul is different from this body and that its nature is immutable, indestructible and eternal. അപ്പോൾ 2nd chapter ഒരുപാട് ശ്ലോകങ്ങളുണ്ട്.
ആത്മാവിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി. അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതിനെ കൈ കൊണ്ട് തീ കൊണ്ടോ വെള്ളം കൊണ്ടോ കാറ്റ് കൊണ്ടോ അതിനോ ആയുധം കൊണ്ടോ ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് ശാശ്വതമാണ്, അനശ്വരമാണ് എന്ന് വീണ്ടും വീണ്ടും പല ശ്ലോകങ്ങളും കൂടി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഗിവ്സ് നോ പോസിറ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ സോൾ. Sometimes people are under the impression that the soul is different from the body, and that when the body is finished or one is liberated from the body, the soul remains in a void and becomes impersonal. ഇത് നമ്മളുടെ ജ്ഞാനികളുടെ ആ ഒരു തത്വമാണ്. അതായത് സോള് ശരീരം വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തിത്വം നശിക്കുന്നു, ഇംപേഴ്സണൽ ആണ്. അത് void, സീറോ, ശൂന്യം, അതിലേക്ക് പോകുന്നു. But actually that is not the fact. How can the soul, which is so active within this body, be inactive after being liberated from this body? പ്രഭാത ചോദ്യം ചോദിക്കുകയാണ്. ഇത്രയാണ് ശരീരത്തിലുള്ളത്. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? പ്രഭുജി. ഓക്കെ. അപ്പോ ശരീരത്തില് ആത്മാവ് ഉള്ളിടത്തോളം കാലം ഓക്കെ എന്താണ് സംഭവിക്കും? ശരീരം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും. ആത്മാവ് പോയി കഴിഞ്ഞാൽ ജഡവസ്തുവായി. പക്ഷേ ചില തത്വചിന്തകന്മാർ പറയുന്നു ഈ ആത്മാവ് ശരീരം വിട്ടു പോയാൽ അത് ശൂന്യത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തിത്വം നശിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല അതിൻ്റെ സത്യാവസ്ഥ. ഇത്രയും കാലം നമ്മുടെ ശരീരത്തിൽ വളരെ അതായത് ശക്തിയോടുകൂടി വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ആ സോള് എങ്ങനെയാണ് ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോവുക എന്ന് പ്രഭാത ചോദിക്കുകയാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ആക്റ്റീവ്, എപ്പോഴും അത് ആക്റ്റീവാണ്. ഇഫ് ഇറ്റ് ഈസ് എറ്റേണൽ ദെൻ ഇറ്റ് ഈസ് എറ്റേണലി ആക്റ്റീവ്. സോള് എറ്റേണൽ ആണെങ്കിൽ അത് എറ്റേണലി ആക്റ്റീവ് ആണ്. And its activities in the spiritual kingdom are the most confidential part of the spiritual knowledge. അപ്പോൾ ഇവിടുന്ന് വിട്ട് നമുക്ക് മുക്തി കിട്ടിയിട്ട് ആധ്യാത്മിക ലോകത്തിൽ പോയാൽ അപ്പോഴാണ് ശരിക്ക് അതിൻ്റെ ആ സ്പിരിച്വൽ ആക്ടിവിറ്റി തുടങ്ങുന്നത്. അതുവരെ നമ്മൾ ഒരു പെർവേർട്ടഡ് റിഫ്ലക്ഷനിലാണ്, തലകീഴായിട്ടാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും. ഊർധമൂലം അധശാഖം അശ്വത്ഥം പ്രഹുരവേയം ചന്താംശി യശ പർണാനി യസ്തം വേദസ വേദവി അല്ലെ. അപ്പോൾ ആ സ്പിരിച്വൽ വേൾഡ്, ആധ്യാത്മ ലോകത്തിന്റെ പെർവേർട്ടഡ് റിഫ്ലക്ഷൻ ആണ് ഭൗതിക ലോകം. എങ്ങനെ ആധ്യാത്മിക ലോകത്തിലുള്ള ആ വൃക്ഷം തലകീഴായിട്ട് ഇവിടെ റിഫ്ലക്ഷനിൽ കാണുന്നു, ഒരു നദീതീരത്തിൽ ഉള്ള ഒരു വൃക്ഷം ആ വെള്ളത്തിൽ എങ്ങനെ തലകീഴായിട്ട് കാണുന്നു, അതേപോലെയാണ് ഈ ഭൗതിക ലോകം. ആധ്യാത്മിക ലോകത്തിന്റെ ഒരു പെർവേർട്ടഡ് റിഫ്ലക്ഷൻ ആണ് ഭൗതിക ലോകം. So these activities of the spirit soul are therefore indicated here as constituting the king of all knowledge, the most confidential part of knowledge. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് നമുക്കറിയുന്ന ആ നോളജ് നമ്മളുടെ ഫിസിക്കൽ നോളജ് മാത്രമാണ്. ഈ ശരീരത്തിന്റെ അവയവങ്ങളെ പറ്റിയിട്ട് അതിൻ്റെ ഇൻട്രിക്കേറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ സയൻറ്റിസ്റ്റിനും ഇവിടുത്തെ ഇന്റലക്ച്വൽ ക്ലാസ്സിനും അറിയാം. പക്ഷെ അതിന് മീതെ മെറ്റാഫിസിക്കൽ, ബിയോണ്ട് ദ ഗ്രോസ് ബോഡി, ദർ ഡോണ്ട് ഹാവ് മച്ച് ഇൻഫർമേഷൻ അല്ലേ. നമ്മളുടെ ശരീരത്തിന് ഉപരി തലത്തിലുള്ള ആ വിദ്യ അവർക്ക്, അത് ബുദ്ധി ആയിക്കോട്ടെ, അഹങ്കാരമായിക്കോട്ടെ, മനസ്സായിക്കോട്ടെ, ആത്മാവായിക്കോട്ടെ, ടു എ സർട്ടൻ എക്സ്റ്റെന്റ് അവർക്ക് മനസ്സും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ അതിനും മുകളിലുള്ള ആത്മാവിനെ പറ്റിയിട്ട് അപ്പോഴും അവർക്ക് യാതൊരു കാര്യം, ഒരു ഗ്രാഹ്യമില്ല. അപ്പൊ ഈ ആത്മാവിനെ പറ്റിയിട്ടാണ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ പാർട്ട് ഓഫ് ദിസ് നോളജ്. അതാണ് കിങ് ഓഫ് നോളജ് പറയുന്നത്. അതിനെ പറ്റിയിട്ടാണ് 9ാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ അർജുനന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. സോ ദിസ് നോളജ് ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ആസ് എക്സ്പ്ലെയിൻഡ് ഇൻ വേദിക് ലിറ്ററേച്ചർ. പ്യൂറസ്റ്റ് ഫോം. In the Padma Purana, man's sinful activities have been analyzed and are shown to be the results of sin after sin. നമ്മളുടെ ആക്ടിവിറ്റി എങ്ങനെയാണ് അനലൈസ് ചെയ്തിരിക്കുന്നത് പത്മപുരാണത്തിൽ? ഷോൺ ടു ബി ദ റിസൾട്ട്സ് ഓഫ് സിൻ ആഫ്റ്റർ സിൻ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും
ഏതൊക്കെ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ കോൺസിക്വൻസസ് ആണ്, റിസൾട്ട്സ് ആണ്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ഭഗവാനും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്, നമ്മൾ എങ്ങനെ ഈ ഭൗതിക ലോകത്ത് നിന്ന് ശാശ്വതമായിട്ടുള്ള ആ ലോകത്തിലേക്ക് പോകാൻ പറ്റും, ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇത് അന്വേഷിക്കുന്നത് മാത്രമല്ല, നമ്മള് വീണ്ടും വീണ്ടും ച്യൂയിങ് ദ ച്യൂഡ്, പ്രഭുപാദ പറയുന്നില്ലേ, ച്യൂയിങ് ദ ച്യൂഡ്, അതന്നെ സെയിം അതേ ഇന്ദ്രിയ കർമ്മങ്ങൾ, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കൂടുതൽ കൂടുതൽ ഇന്ദ്രിയഭോഗങ്ങൾ ചെയ്യാം എന്നുള്ള ആ കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള യാതൊരു ഒരു ആഗ്രഹം നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം എന്താണ്, ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഫോംസ് ഓഫ് സിൻഫുൾ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ലേ? ഓക്കെ. For instance, when the seed of a particular tree is sown, the tree does not appear immediately to grow. It takes some time. It is first a small sprouting plant, then it assumes the form of a tree, then it flowers and bears fruit. And when it is complete, the flowers and fruits are enjoyed by persons who have sown the seed of the tree. Similarly, a man performs a sinful act. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ കർമ്മഫലം അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. നമ്മളൊരു വിത്ത് പാകുന്നു, അത് മുളയ്ക്കുന്നു, അത് പ്ലാന്റ് ആവുന്നു, പിന്നെ ഒരു മരമാവുന്നു, വൃക്ഷമാവുന്നു, അത് കഴിഞ്ഞ് ഫ്ലവേഴ്സ്, ദെൻ ഫ്രൂട്ട്സ്. ഇതേപോലെ നമ്മളുടെ കർമ്മവും, നമ്മൾ ചെയ്യുന്ന ആ വാസന എന്താണ്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത, അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. Similarly, a man performs a sinful act and like a seed, it takes time to fructify. അപ്പൊ നമ്മളുടെ കർമ്മവും അത് ഉടനെ തന്നെ കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി മോഷണം ചെയ്യാണ്. മോഷണം ചെയ്തിട്ട് പോലീസിൽ നിന്ന് മാറി നടക്കുകയാണ്, പോലീസിന് പിടികൊടുക്കുന്നില്ല. അപ്പൊ എത്രത്തോളം കാലം പോലീസിന് പിടികൊടുക്കുന്നില്ല, അത്രത്തോളം കാലം അയാള് ശിക്ഷയിൽ നിന്ന് മുക്തനാണ്, അല്ലെ? ഒരു പ്രാവശ്യം പോലീസ് പിടിച്ചാൽ ശിക്ഷ തുടങ്ങി. അതേപോലെ നമ്മളുടെ കർമ്മഫലം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അത് ഫ്രക്ടിഫൈ ആവുന്നവരെ നമുക്ക് അതിന് പണിഷ്മെന്റ് കിട്ടില്ല. അപ്പൊ ഫ്രക്ടിഫൈ ആവാൻ ചിലപ്പോ സെയിം ജന്മമായിരിക്കും, ചിലപ്പോൾ ഒരു ജന്മമായിരിക്കും, ചിലപ്പോൾ 5 ജന്മമായിരിക്കും, ചിലപ്പോൾ 10, ചിലപ്പോൾ 100. ഒരു വിത്ത് അത് മുളച്ച് പ്ലാന്റായി, ട്രീ ആയി, പിന്നെ ഫ്ലവറായി, പിന്നെ ഫ്രൂട്ടായി. അപ്പോൾ ഡിഫറെന്റ് സീഡ്സ് ഡിഫറെന്റ് കാലയളവിലാണ് അത് ഫ്രൂട്ട്സ് തരുന്നത്. അതേപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ഡിഫറെന്റ് ഡ്യൂറേഷനാണ്. അതേപോലെ ചിലപ്പോൾ സെയിം ലൈഫിന് കിട്ടും, ചിലപ്പോൾ 1, 2, ചിലപ്പോൾ 5, 10. ഇതൊക്കെ നമുക്കറിയാം. ധൃതരാഷ്ട്ര ചോദിക്കുന്നുണ്ട് ഭഗവാൻ കൃഷ്ണനോട്, എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ 100 മക്കളെയും യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത്? അപ്പോൾ ഭഗവാൻ പറയുന്നത്, 50 ജന്മങ്ങൾക്ക് മുമ്പ് ധൃതരാഷ്ട്ര അങ്ങനെ ഹണ്ടറായിരുന്നു. 100 പക്ഷികളുടെ പക്ഷി കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പക്ഷികളുടെ മുട്ട അത് നശിപ്പിച്ചു വേണമായിട്ട്. ആ 100 കുട്ടികളുടെ അത് കാരണം അതിന്റെ പാപ ഫലമാണ് ഇന്ന് 100 കുട്ടികളെ അങ്ങേക്ക് നഷ്ടമായി. അപ്പൊ ചോദിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് ഈ 50 ജന്മം എടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ട് 50 ജന്മത്തിന് ശേഷം ഇത് അനുഭവിക്കുന്നത്?
അപ്പോ 50 ജന്മം എടുത്തു. അത്രയും പുണ്യം, അതായത് ഭൗതിക തലത്തിലുള്ള പുണ്യം, 100 കുട്ടികളെ കിട്ടാനുള്ള ആ പുണ്യം ശേഖരിക്കാൻ, 100 കുട്ടികളെ ശേഖരിക്കാനുള്ള പുണ്യം കിട്ടിയപ്പോ, 100 കുട്ടികളെ കിട്ടിയപ്പോ അത് അവിടെ ഫ്രക്ടിഫൈ ആയി. അപ്പൊ അങ്ങനെ അത് മാച്ച് ചെയ്ത് വന്നപ്പോ 100 കുട്ടികളെ നഷ്ടപ്പെട്ടു. അപ്പോ ആ ധൃതരാഷ്ട്ര ചെയ്ത 50 ജന്മം മുമ്പ് ചെയ്ത പാപകർമ്മത്തിന്റെ ഫലം ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കർമ്മം എന്ന് പറഞ്ഞാൽ വെരി വെരി ഇൻട്രിക്കേറ്റ് ആണ്. പറയാൻ പറ്റില്ല അത് എങ്ങനെയത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു മാത്തമെറ്റീഷ്യനും ഇത് പറയാൻ പറ്റില്ല, ഇന്ന കർമ്മം കൊണ്ടാണ് ഇന്നത് അനുഭവിക്കുന്നത് എന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല. സോ കോംപ്ലിക്കേറ്റ്, സോ ഇൻട്രിക്കേറ്റ്. അപ്പൊ എന്തായാലും നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ട്, നല്ലതാണെങ്കിലും ചീത്തയെങ്കിലും, നമ്മൾ എന്തോ അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി സോഴ്സ് എവിടെ എന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ ആഗ്രഹം നമ്മൾ മനസ്സിലുണ്ടായിരുന്നു, അത് ആ ആഗ്രഹം ആക്ടിവിറ്റിയിലായി. അത് ഈ ജന്മത്തിലോ അതിന് മുമ്പ് ജന്മത്തിലോ എപ്പോഴോ പറയാൻ പറ്റില്ല. രണ്ടും പയസ് ആൻഡ് ഇംപയസ് രണ്ടും തന്നെ. പക്ഷെ അതേ സമയം അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും, അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് ആക്ടിവിറ്റീസ്, അതിൻ്റെ റിയാക്ഷൻസ്. അതേസമയം നമ്മളുടെ സ്പിരിച്വൽ പയസ് ക്രെഡിറ്റ് അത് ഡിപ്ലീറ്റ് ആവില്ല, അത് കുറയില്ല. അപ്പൊ നമ്മൾ ഒരു ഉണ്ടിപ്പെട്ടിയിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കൊല്ലം പൈസ ഇട്ടു, എല്ലാ ദിവസവും ഓരോ ദിറംസ് ഇട്ടു, ഓരോ റുപ്പീസ് ഇട്ടു. 360 ദിവസം കഴിഞ്ഞാൽ എത്രയും 305 റുപ്യ അല്ലെങ്കിൽ 305 ഋതുവായി. പിന്നെ നമ്മൾ 2 കൊല്ലം പൈസ ഇട്ടതേ ഇല്ല, അത് കുറയോ? 2 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടുന്ന് എണ്ണണം? 365 ശേഷം 366 എന്ന് പറഞ്ഞിട്ട് എണ്ണണം. ആദ്യം 1 മുതൽക്ക് തുടങ്ങേണ്ട ആവശ്യമില്ല, ഉണ്ടോ? അതേപോലെ നമ്മുടെ സ്പിരിച്വൽ ക്രെഡിറ്റ്, ആ സ്പിരിച്വൽ ക്രെഡിറ്റ് 365 ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 365 നമ്മുടെ അവിടെ ഉണ്ടാവും. അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ 10% സ്പിരിച്വൽ നമ്മുടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ജന്മത്തിൽ 11ാമത്തെ പെർസെന്റിലേ തുടങ്ങുള്ളൂ. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, നേഹാഭിക്രമനാശ്വസ്തി പ്രത്യവായോന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയാത്. അതൊരിക്കലും ഡിമിനിഷ് ആകുന്നില്ല, ഒരിക്കലും കുറയുന്നില്ല. എത്രത്തോളം സമ്പാദിച്ചോ അത് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ സമ്പാദിക്കുന്നത് അതിന് കൂടുതലായി ഉള്ളൂ. നേരെ മറിച്ച് ഭൗതിക തലത്തിലുള്ള സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും അത് ചെലവ് അനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ഇതൊരിക്കലും കുറയില്ല, സുഹൃതി ഒരിക്കലും കുറയില്ല. അപ്പൊ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിനുണ്ട്. അതായത് നമ്മളുടെ പുണ്യങ്ങൾ ഒരിക്കലും, അതായത് സ്പിരിച്വൽ ക്രെഡിറ്റ്, നോട്ട് ദ അതർ വൺ, സ്പിരിച്വൽ ക്രെഡിറ്റ് ഒരിക്കലും കുറയില്ല എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളുടെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നാരദ മഹർഷി പ്രഭുജി. നാരദ മഹർഷി, യെസ്, എന്താണ്, പറയൂ. ഒരു ജന്മത്തില് നാരദ മഹർഷി ആശ്രമത്തിലായിരുന്നല്ലോ. അപ്പൊ കുറെ എക്സോൾട്ടഡ് ഡിവോട്ടീസിനെ സെർവ് ചെയ്യാൻ പറ്റി, പിന്നെ അവരുടെ പ്രസാദം കഴിക്കാൻ പറ്റി. അപ്പൊ അതിന്റെ എന്താണ് ഇതായിട്ടാണ് വേറെ ജന്മത്തില് ഇങ്ങനെ ഇത്രയും നല്ലൊരു പൊസിഷനിൽ വന്നത്. അതൊരു പോസിറ്റീവ് സൈഡാണ് മാതാജി പറഞ്ഞത്, നെഗറ്റീവ് സൈഡാണ്. അപ്പൊ ഞാൻ ഒരു പോസിറ്റീവ് സൈഡ്, അവിടുന്ന് പുരോഗമനം. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എന്തെങ്കിലും ശാപം കിട്ടി, എന്തെങ്കിലും നമ്മൾ അറിവില്ലാണ്ട് തെറ്റ് ചെയ്തു, എന്നിട്ട് നമുക്ക് താഴ്ച സംഭവിച്ചു, പക്ഷെ ഭക്തി ഒരിക്കലും നശിച്ചില്ല. അതിനുദാഹരണം ജഡഭരതൻ. ജഡഭരതൻ, യെസ്, എക്സാക്ട്ലി. ഭരത് മഹാരാജാവ് നല്ലൊരു രാജാവിന്റെ ആ ഐശ്വര്യമായിട്ടുള്ള ജീവിതം കളഞ്ഞിട്ട് ഒരു മാനിന്റെ ശരീരം കിട്ടിയില്ലേ? പക്ഷെ ആ മാനിന്റെ ശരീരത്തിലും അദ്ദേഹത്തിന്റെ ഭക്തി കുറഞ്ഞു.
ഭക്തി പറഞ്ഞില്ല, ഭക്തിക്ക് യാതൊരു കോട്ടം തട്ടിയില്ല. ഭക്തി അതേപോലെ ഉണ്ടായിരുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് ഭക്തിക്ക് ഒരിക്കലും നാശം വച്ചില്ല. പക്ഷെ ദേഹം മാറി, ദേഹം താഴ്ന്ന നിലയ്ക്ക് പോയി. ഒരു മൃഗത്തിന്റെ ശരീരം കിട്ടി. നല്ലൊരു മനുഷ്യ ശരീരത്തിൽ നിന്ന് മൃഗത്തിന്റെ ശരീരത്തിലേക്ക് പോകുന്നു പറഞ്ഞാൽ ഇറ്റ്സ് എ ഡീഗ്രേഡേഷൻ അല്ലേ? പക്ഷെ ഭക്തിക്ക് അവിടെ കുറവ് വന്നിട്ടില്ല. എങ്കിലും ഭഗവാന്റെ കൃപ കാരണം ആ മാനിന്റെ ശരീരത്തിലും ഭരത് മഹാരാജാവിന് ഓർമ്മയുണ്ടായിരുന്നു. വീണ്ടും ജഡഭരതനായി. അപ്പോഴും ഭക്തിക്ക് കുറഞ്ഞിട്ടില്ല. പിന്നെയാണ് അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയത്. അപ്പൊ ആ ഭക്തി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു. ശരീരം ഭൗതിക തലത്തിലുള്ള അത് കുറഞ്ഞു വന്നു, ചെറിയ തെറ്റ് കാരണം. ഗജേന്ദ്രൻ അല്ലേ? ഗജേന്ദ്രനും അങ്ങനെയാണ് സംഭവിച്ചത്. ചിത്രകേതുവിന് അസുരന്റെ ശരീരം കിട്ടി. ഹരിദാസ് ഠാക്കൂറിന് എന്താ സംഭവിച്ചത്? ആരായിരുന്നു ഹരിദാസ് ഠാക്കൂർ? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന്റെ പദവിന്ന് ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു ഫാമിലിയില്, യവനന്മാരുടെ കുടുംബത്തിൽ ജനിച്ചു അല്ലേ? പക്ഷെ അപ്പോഴും ഭക്തി കുറവില്ല. അത് കാരണമാണല്ലോ ചൈതന്യ മഹാപ്രഭു സ്വന്തം എന്നും കാണാൻ ദർശനം കൊടുക്കാൻ പോകും. ദേഹം വെട്ട സമയത്ത് ചൈതന്യ മഹാപ്രഭു തന്റെ മടിയിൽ വെച്ചിട്ടാണ് ദേഹം വെട്ടത്. സ്വയം ചൈതന്യ മഹാപ്രഭു പൈസ പിരിച്ചിട്ട് വളരെ ആർഭാടമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ നടത്തി. തിരുവഭാവത്തിന് എല്ലാവർക്കും പ്രസാദം കൊടുത്തു. അപ്പൊ അതിന് എന്താണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ഭക്തിയുത സേവനത്തിന്റെ ആ ക്രെഡിറ്റ്, സ്പിരിച്വൽ പയസ് ക്രെഡിറ്റ്, രണ്ട് വിധത്തിലുള്ള പയസ് ക്രെഡിറ്റ് ഉണ്ട്. ഒന്ന് മെറ്റീരിയൽ പയസ് ക്രെഡിറ്റ്, ഒന്ന് സ്പിരിച്വൽ പയസ് ക്രെഡിറ്റ്. സ്പിരിച്വൽ പയസ് ക്രെഡിറ്റ് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രഭാതിയും അതാണ് പറയുന്നത്. There are sins which are still in the form of seed, and there are others which are already fructified and are giving us fruit, which we are enjoying as distress and pain. ഇതെല്ലാം ഭൗതിക തലത്തിലുള്ള, മെറ്റീരിയൽ തലത്തിലുള്ള ഇംപയസ് ആൻഡ് പയസ് ആക്ടിവിറ്റീസിന്റെ റിസൾട്ടാണ്. നമ്മള് ഡിസ്ട്രെസ് ആയിട്ടും പെയിൻ ആയിട്ടും അതേപോലെ നല്ല കാര്യങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. സോ പയസ് ക്രെഡിറ്റ് നമ്മൾ വിൽ എൻജോയ്. ഇംപയസ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിൽ ഹാവ് ടു അണ്ടർഗോ ഡിസ്ട്രെസ് ആൻഡ് പെയിൻ. സോ ആസ് എക്സ്പ്ലെയിൻഡ് in the 28th verse of the 7th chapter, a person who has completely ended the reactions of all sinful activities and who is fully engaged in pious activities, being freed from the duality of this material world, becomes engaged in devotional service to the Supreme Personality of Godhead, Krishna. In other words, those who are actually engaged in the devotional service of the Supreme Lord are already freed from all reactions. This statement is confirmed in Padma Purana. അപ്രാരാബ്ധ ഫലം പാപം കൂട്ടം ബീജം ഫലോന്മുഖം കർമ്മണേവ പ്രളീയത വിഷ്ണു ഭക്തി രഥാത്മനാം. അപ്രാരാബ്ധ ഫലം പാപം. എന്താണ് അപ്രാരാബ്ധം എന്ന് പറഞ്ഞാൽ? പ്രാരാബ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാരാബ്ധം അപ്രാരാബ്ധം എന്താണ്? ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മീൻസ് ഓൾറെഡി മുളച്ചത്. അതെ, മുളച്ചതല്ല, ആൾറെഡി ഫ്രൂട്ടായത്. ഫ്രൂട്ടായത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്രാരാബ്ധം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന. ഇപ്പൊ നമ്മള് ഒരു അമ്പുമില്ലും ക്യൂറുണ്ടല്ലോ, ആവനാഴി അല്ലേ? ആവനാഴിയിൽ കുറെ വില്ലുണ്ട്. അപ്പൊ അത് അവിടെ ഇരിക്കേണ്ടത്. വില്ലെടുത്ത് നമ്മള് അമ്പ് ചെയ്യാൻ വേണ്ടി തൊടുത്ത് നിൽക്കുന്നതാണ്. ഓക്കെ, ഇത് ഇവിടെ സീഡായിട്ടുള്ള ഇവിടെ ഇല്ലാണ്. അതെടുത്താൽ അത് മുളയ്ക്കാൻ തുടങ്ങി. അത് വിട്ടുപോയാൽ അത് പ്രാരാബ്ധമായി. അത് കൊണ്ടേ പറ്റൂ. വില്ലിന്ന് അമ്പ് വിട്ടുപോയാൽ പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ?
ഇല്ല, തിരിച്ചു വിളിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ അനുഭവിച്ച് പറ്റും. അത് അതിന്റെ ആ ഡെസ്റ്റിനേഷൻ ചെന്നിട്ട് കൊള്ളും. അതാണ് പ്രാരാബ്ധം. അപ്രാരാബ്ധം ഇതിലുള്ളതാണ്, ക്യൂവറിലാണ്, ആവനാഴിയിലുള്ളതാണ്. അതവിടെ ഇരിക്കുകയാണ്. എപ്പോഴാ അത് എടുക്കുക, എപ്പോഴാ അത് തൊടുക്കുക, എപ്പോഴാ വിടുക നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ അപ്രാരാബ്ധം ഫലം പാപം കൂട്ടം ബീജം ഫലോന്മുഖം ക്രമണേവ പ്രടിയേത വിഷ്ണു ഭക്തി രഥാത്മനാം. For those who are engaged in the devotional service of Supreme Personality of Godhead, all sinful reaction, whether fructified in the stalk or in form of seed. കൂട്ടം പറഞ്ഞ സ്റ്റോക്ക്, ഓക്കെ, പിന്നെ ബീജം പറഞ്ഞ സീഡ്. അപ്പോ നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഉള്ള ആൾക്കാര് എന്താണ്, അത് ഏതൊരു പാപകർമ്മങ്ങളിലായാലും ശരി, അത് ഫ്രക്ടിഫൈഡ് പ്രാരാബ്ധം, ഓക്കെ, സ്റ്റോക്ക് അപ്രാരാബ്ധം, അതായത് അത് ആയിട്ടില്ല, വന്നിട്ടില്ല സ്റ്റോക്കില്, പിന്നെ സീഡ് ഫോമില്, ഇതെല്ലാം പതുക്കെ പതുക്കെ നമ്മളുടെ അഭിവൃദ്ധി അനുസരിച്ചിട്ട്, എന്നിന്റെ ഭക്തി സേവനത്തിന്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് അത് ആ റേഷ്യോയിൽ തന്നെ, ആ പ്രൊപ്പോർഷനിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. Therefore, the purifying potency of devoted service is very strong. Purifying potency of devotional service is very strong and it is called Pavitram Uttamam. അപ്പോൾ നമ്മൾ ഭക്തിയുത സേവനം ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മളുടെ ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടം ബീജം, ഈവൺ അപ്രാരാബ്ധം, പ്രാരാബ്ധം കൂടിയും പോവും. അപ്പൊ നമ്മള് ഭഗവാന്റെ നാമം ചൊല്ലുന്നു, ഓക്കെ, ഇനീഷ്യേഷൻ എടുത്തില്ലെങ്കിലും നാമം അതിന്റെ പൊട്ടൻസി അവിടെ കാണിക്കും. നാമം വരുമോ, ഇവര് ഇനീഷ്യേഷൻ എടുത്തിട്ടില്ല, ഇവര് സമ്പ്രദായത്തിൽ വന്നിട്ടില്ല എന്നൊന്നും നാമം ചോദിക്കില്ല. ഓ, ഇനീഷ്യേഷൻ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സമ്പ്രദായത്തിലുണ്ടോ, അതൊന്നും നാമം ചോദിക്കില്ല, അതൊന്നും വെയിറ്റ് ചെയ്യില്ല. സിൻഫുൾ റിയാക്ഷനെ അത് നശിപ്പിക്കും. എന്താണ് ഒരു വ്യത്യാസം ഇനീഷ്യേഷൻ എടുത്ത് ചെയ്യുന്നതും ഇനീഷ്യേഷൻ എടുക്കാതെ ചെയ്യുന്നതും? ആ സമ്പ്രദായത്തിന് നമ്മൾ ആ ശൃംഖലയിൽ വന്നിട്ട് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുന്നു, അതില്ലാതെ ഭക്തിയുത സേവനം ചെയ്യുന്നതിന്റെ വ്യത്യാസം എന്താണ്? ബ്രോഡായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും? എന്താണ് വ്യത്യാസം? മെയിൻ ആയിട്ടുള്ള ചില വ്യത്യാസം പറഞ്ഞാണ്. ഗുരു മഹാരാജിന്റെ ഇതില് ഷെൽട്ടറിലായിരിക്കും ഇപ്പൊ. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, ആ വോസ് എടുക്കണേന്റെ ഇത് സ്ട്രെങ്ത് ഗുരു മഹാരാജ് നമ്മളോട് പറയണത് നമ്മൾ പാലിക്കുമ്പോൾ അത് നമ്മൾ കണക്ട് ആവും. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള നോളജ് നമുക്ക് പാസ് ആവുന്നു. ഓക്കെ, വെരി ഗുഡ്, യെസ്, ഗുഡ് പോയിന്റ്. പിന്നെ പ്രഭു, നമ്മൾ ക്വാളിഫൈ ചെയ്താൽ ഇല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് കിട്ടും, അതായത് ഗുരുവിന്റെ മെർസി ത്രൂ പ്രഭു. ഓക്കെ, വെരി ഗുഡ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞില്ല. നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ഗുരുവിന്റെ കൃപ കൊണ്ട് നമുക്ക് ബാക്ക് ഡോർ കൂടെ ഒരു എൻട്രി കിട്ടും പ്രഭു. അതൊക്കെ പ്രഭുപാദ് പറയുന്ന കാര്യങ്ങള് പ്രഭുപാദ മേഴ്സി, യെസ്. മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താ? ഒരു നാമം ജപിക്കുന്നുണ്ട്. ഇനീഷ്യേഷൻ എടുത്ത ഒരു വ്യക്തി നാമം ജപിക്കുന്നു, ഇനീഷ്യേഷൻ എടുക്കാത്ത ഒരു വ്യക്തി നാമം ജപിക്കുന്നു, എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് മെയിൻ ഡിഫറൻസ് തന്നെ? ഗുരുവാണ് നമുക്ക് ഗുരുവിന്റെ ത്രൂ കിട്ടുന്നതും ഗുരു ഇല്ലാതെ കിട്ടുന്നതിന്റെ വ്യത്യാസം. അത് ആ വ്യത്യാസം എന്താണെന്ന് വെക്കുന്നത്?
അതായത് ഗുരു കണക്ട് ചെയ്യും ഭഗവാനുമായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കണക്ഷൻ ആവില്ലേ? ഇല്ല തോന്നുന്നു ഇല്ല പ്രഭു. പ്രഭു, ഗുരു ത്രൂവേ ഇല്ല, കണക്ട് ആവാൻ ആവില്ല. പറ്റുള്ളൂ. ഡയറക്റ്റ് ഒരിക്കലും റിസീവ് ഇല്ലല്ലോ പ്രഭു. ഇല്ല. എല്ലാവർക്കും അല്ല, എസ്പെഷ്യലി സ്പെഷ്യൽ കേസിലൊക്കെ ഭഗവാനും നേരിട്ടങ്ങ് ഇടപെടും അല്ലേ പ്രഭുജി? നമുക്ക് റെക്കമെൻഡേഷൻ കിട്ടും പ്രഭുജി, അതാണോ? നമ്മൾ നാമം ജപിക്കും. നാമം ഞാൻ പറഞ്ഞല്ലേ, നാമം അതിന്റെ ശക്തി പൊട്ടൻസി കാണിക്കും. അതിപ്പോ അത് ചോദിക്കില്ലോ, ആർ യു ഇനിഷ്യേറ്റഡ്, ആർ യു കണക്റ്റഡ് ടു സമ്പ്രദായ? നാമ ആൻഡ് നാമി ആർ നോൺ ഡിഫറെന്റ്, ഐഡന്റിക്കൽ. അപ്പോൾ നാമ വിൽ എക്സിബിറ്റ് ഇറ്റ്സ് പൊട്ടൻസി. ഭഗവാനും കൃഷ്ണ പ്രേമം കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി കണക്റ്റഡ് ത്രൂ ഇനിഷ്യേഷൻ in the sampradaya. If you want Krishna prema, you want to just destroy the sinful reaction, it's not necessary. പക്ഷെ എന്താണ് ഒരു പ്രശ്നം വെച്ചാൽ, നമ്മുടെ ഇനീഷ്യേഷൻ ത്രൂ സമ്പ്രദായത്തിലെ ഗുരു ത്രൂ നമ്മൾ കണക്ട് ആവുമെങ്കിൽ, നിങ്ങൾ പറഞ്ഞ പോലെ ആ ഗുരുവിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും ആ ഒരു അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ വീണ്ടും നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ പോവില്ല. ഗുരുവിന്റെ എംപവർമെന്റ് ഉണ്ടായിരിക്കും, സമ്പ്രദായത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, ഗുരുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം വി വിൽ നോട്ട് ഡു എനി സിൻഫുൾ ആക്ടിവിറ്റീസ് അഗെയിൻ. മറ്റേത് അവർ ഇതില്ലാത്തത് കൊണ്ട് അത് നമ്മൾ ഭീമെ കാണിച്ച് കുറച്ചു കാലം ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ആരും നമ്മളെ ഗൈഡ് ചെയ്യാനില്ല, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനില്ല, നമ്മളെ കൗൺസിൽ ചെയ്യാനില്ല, നമ്മളെ മെന്റർ ചെയ്യാൻ ആരുമില്ല. അപ്പൊ എന്ത് പറ്റി? നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആർക്കും റെസ്പോൺസിബിളും അല്ല, അക്കൗണ്ടബിളും അല്ല. എനി ടൈം വി ക്യാൻ സ്റ്റോപ്പ്, എനി ടൈം വി ക്യാൻ ടേക്ക് എ യു ടേൺ. പ്രൊട്ടക്ഷൻ ഇല്ല, ദർ ഇസ് നോ പ്രൊട്ടക്ഷൻ അല്ലേ? നമ്മൾ കുറച്ച് ഇത് വന്നു, കുറച്ച് 2 കൊല്ലം നമ്മൾ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സംഘം മെറ്റീരിയൽ സംഘമായി അവരുടെ കൂടെ പോയി സിൻഫുൾ ആക്ടിവിറ്റീസിൽ വീണ്ടും. സോ അങ്ങനെ വീണ്ടും നമ്മൾ തഥൈവ വീണ്ടും പഴയ പോലെ. ഇതാണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഗുരുമാരാവിന് കൊടുത്തിട്ടുള്ള ആ ഒരു വൗ, സുജയപ്രഭു പറഞ്ഞ പോലെ, അത് കാരണം അറ്റ്ലീസ്റ്റ് വി ആർ ഫോഴ്സ്ഡ് ടു ഡു സർട്ടൻ ആക്ടിവിറ്റീസ്, പോസിറ്റീവ് ആക്ടിവിറ്റീസ്, ആൻഡ് അവോയ്ഡ് നെഗറ്റീവ് ആക്ടിവിറ്റീസ്. ഇതൊക്കെയാണ് വ്യത്യാസം. അപ്പോൾ കൃഷ്ണപരമം കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് കണക്റ്റഡ് to the sampradaya through initiation process, and guru is responsible for the deliverance of that person. He takes charge. ഇവിടെ ആരും ചാർജ് എടുക്കാനില്ല, മറ്റേത് ഇനീഷ്യേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ. പറഞ്ഞു മനസ്സിലായോ? വ്യത്യാസങ്ങൾ മനസ്സിലായോ? So that's the difference. അപ്പൊ അത് ചില ആൾക്കാർ ചോദിക്കും, എന്താ ഇനീഷ്യേഷൻ എടുത്തിട്ടില്ലെങ്കിൽ? ഇനീഷ്യേഷൻ എടുത്തതിന് കുഴപ്പമൊന്നുമില്ല. Okay, you may get delivered, but there is no guarantee. കാരണം നമുക്ക് എത്ര കാലം, എത്ര നമ്മളുടെ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട് നമുക്കറിയാൻ പറ്റില്ല. How long we will practice this? At least നമുക്ക് ആ പേടി കൊണ്ടെങ്കിലും നമ്മൾ we have taken the vow. If we break the vow, it is ഒരുപാട് നമുക്ക് പാപങ്ങൾ അനുഭവിക്കേണ്ടി വരും, നരകത്തിൽ പോകേണ്ടി വരും. ആ പേടി കൊണ്ടെങ്കിലും നമ്മൾ അതിനെ തുറന്നു പോകും. അങ്ങനെ തുറന്നു പോകുമ്പോൾ ഗുരുവിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് വിൽ ബി പ്രോഗ്രസിങ്. മറ്റത് ഗ്യാരണ്ടി ഇല്ല. ദർ മേ ബി സം എക്സെപ്ഷണൽ കേസ്, ഇല്ലാന്ന് പറയുന്നില്ല. മാതാജി പറഞ്ഞ പോലെ ദർ മേ ബി സം എക്സെപ്ഷൻസ്. അവരില്ലാതെ തന്നെ ഭഗവത് ധാമിൽ പോകാൻ പറ്റും. പക്ഷെ എക്സെപ്ഷൻസ് നമുക്ക് ജനറൽ റൂളായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണപ്രേമം കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോളോ ദ പരമ്പര, യു ഹാവ് ടു ഗെറ്റ് കണക്റ്റഡ് to the sampradaya through guru. Is it clear? അല്ലെങ്കിൽ അത് ഇനീഷ്യേഷൻ എടുത്തില്ലെങ്കിൽ പാപമൊന്നുമല്ല. അതുകൊണ്ട് രൂപഗോസ്വാമി ആദ്യത്തെ 64 ഇതില് ഐറ്റംസിൽ പറയുന്ന രൂപഗോസ്വാമി എന്താണ്? ടേക്കിംഗ് ഷെൽട്ടർ ഓഫ് എ സ്പിരിച്വൽ മാസ്റ്റർ. കാണിച്ചാൽ നമുക്ക് വേണ്ടത് ഭക്തിയാണ്, കൃഷ്ണപ്രേമമാണ്. അതിന് ആദ്യത്തെ ഫസ്റ്റ് ഐറ്റം ആണ് പറയുന്നത്, ടേക്കിംഗ് ഷെൽട്ടർ ഓഫ്
a spiritual master. So they're all spiritual and devotional, uncontaminated by the material modes of nature. So it is said that the execution of devotional service is so perfect that one can perceive the results directly. This direct result is actually perceived, and we have practiced practical experience that any person who is chanting the holy names of Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, in course of chanting without offenses, feels some transcendental pleasure and very quickly becomes purified of the material contamination. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അനുഭവങ്ങളാണ് അതൊക്കെ. നമ്മുടെ എങ്ങനെ ജീവിച്ചിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്, നമ്മളുടെ ആ ഒരു പ്രോഗ്രസ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചാൻഡിങ് പ്യൂരിഫൈസ്, നമ്മളറിയാതെ തന്നെ പ്യൂരിഫൈ ആവും. എങ്ങനെ പോയി നമ്മുടെ ഇത്, എങ്ങനെ പോയി നമ്മുടെ ഈ സ്വഭാവം, ഓക്കെ, അത് നമുക്ക് തന്നെ അനുഭവപ്പെടാം. അതാണ് ഇപ്പോൾ പറയുന്നത് പ്രഭുപാദ. This is actually seen. Furthermore, if one engages not only in hearing but in trying to broadcast the message of devotional activities as well, or if he engages himself in helping the missionary activities of Krishna consciousness, he gradually will spiritual progress. അപ്പോൾ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു, പ്ലസ് വി ആർ ട്രൈങ് ടു പ്രൊപ്പഗേറ്റ് ദിസ്, നമ്മൾ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നു. ഇതെല്ലാം നമ്മളുടെ പ്രോഗ്രസ്സിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. A teacher becomes perfect how? When she teaches. അതേപോലെ നമ്മളും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളുടെ പ്രോഗ്രസ്സും അതിനോടുകൂടി നടക്കുന്നു. So this advancement in spiritual life does not depend on any kind of previous education or qualification. അപ്പോൾ ഇതിന് ഭൗതിക തലത്തില് ഒരു പ്രീ റിക്വസിറ്റ്സും ഇല്ല, ഒരു പ്രീവിയസ് എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനോ ആവുന്നുണ്ട്. ഭക്തി ഈസ് ഇൻഡിപെൻഡന്റ്. ഇറ്റ് ഈസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ എനി other things or people or circumstances. It's totally independent. So the method itself is so pure that by simply engaging in it, one becomes pure. And bhakti. So in the Vedanta Sutra 3.2.26, this also described in the following words: Prakashasya karmani abhyasat. Devotional service is so potent that simply by engaging in the activities of devotional service, one becomes enlightened without a doubt. A practical example of this can be seen in the previous life of Narada, Mataji parnja pole, who in that life happened to be the son of maid servant. അതിനു മുമ്പ് ആരായിരുന്നു? മെയ്ഡ് സെർവന്റിന് മുമ്പ് ആരായിരുന്നു? ആരായിരുന്നു? പാട്ടുകാരനോ? എവിടുത്തെയോ ഗന്ധർവൻ. എന്തായിരുന്നു പേര്? ഉപപർണ. ഓക്കെ. അപ്പൊ എങ്ങനെ അവിടുന്ന് താഴെ വീണു അല്ലെ? ഉപവർണന്റെ ഇതെന്ന് അതൊരു ഗന്ധർവൻ നല്ലൊരു പോസ്റ്റ് ആയിരുന്നു. എന്നിട്ട് മെയ്ഡ് സെർവന്റിന്റെ മകനായിട്ട് വീണു. എന്തുകൊണ്ടായിരുന്നു? അതായത് ഹരിനാമ കീർത്തനം ചൊല്ലാൻ വേണ്ടി വിളിച്ചപ്പോ സിനിമ പാട്ട് പാടി. അതാണ് കുറ്റം. ഭഗവാനെ സ്തുതിക്കാൻ പറഞ്ഞപ്പോ ബാക്കിയുള്ളവരെ ഭഗവാനെ സ്തുതിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ അപ്സരസയും അവരും ഇവരൊക്കെ സ്തുതിക്കാൻ തുടങ്ങി, ഡെമിഗോഡ്സിനൊക്കെ. അപ്പൊ എന്നെ വിളിക്കുകയാണ്, കീർത്തനം വിളിക്കുകയാണ്. കീർത്തനം ചൊല്ലുന്നത് പറഞ്ഞ് ഞാൻ ബോളിവുഡ് സോങ്സ് ഒക്കെ പാടി എങ്ങനെ ഇരിക്കും? ആ ഒരു തെറ്റ് ചെയ്തു. അപ്പോൾ നേരെ ഭഗവാൻ പിടിച്ചിട്ട്, പക്ഷെ എങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ, ഡിവോഷണൽ അറ്റ്മോസ്ഫിയർ അദ്ദേഹത്തിന് കൊടുത്തു. കാരണം ഒരു ഭക്തനായിരുന്നു. പക്ഷെ അന്ന് ആ ചെറിയൊരു തെറ്റ് ചെയ്തു. അങ്ങനെ സിമി മാതാജി പറഞ്ഞാൽ ഭക്തി വേദാന്ത ഡിവോട്ടീസിന്റെ കൂടെ ഒരു 4 മാസം താമസിക്കാനും അവരുടെ പ്രസാദം ഉച്ഛിഷ്ടം കഴിക്കാനും ഉള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ട് വീണ്ടും അദ്ദേഹം പരമഭക്തനായിട്ട് നാരദനായിട്ട് മാറി. ഈ നോ എഡ്യൂക്കേഷൻ, ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. നോർ വാസ് ഹി ബോൺ ഇൻ ടു എ ഹൈ ഫാമിലി. ജന്മൈശ്വര്യ ശ്രുതശ്രീ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ജന്മം ഉണ്ടായിരുന്നില്ല, ഐശ്വര്യം ഉണ്ടായിരുന്നില്ല, ശ്രുതാശ്രീ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ.
he had no education, nor was he born into a high family. But when his mother was engaged in serving great devotees, Narada also became engaged, and sometimes in the absence of his mother, he would serve the great devotees himself. Narada personally says. നാരദ ആരോട് പറയുന്നത്? വ്യാസദേവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉച്ഛിഷ്ടലേപാനനുമോദിതോ ദ്വിജേ സകൃസ്മ ഭോഞ്ജേ തദപാസ്ത കിൽബിഷ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസസ് തദ്ധർമ്മ ഏവാത്മരുചി പ്രജായതേ. In this verse from Srimad Bhagavatam 1.5.25, Narada describes his previous life to his disciple Vyasadeva. വ്യാസദേവന് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ അദ്ദേഹം നാരദനായി എന്നുള്ളത്. He says that while engaged as a boy servant for those purified devotees during the 4 months of their stay, he was intimately associating with them. Sometimes those sages left remnants of food on their dishes, and the boy who would wash their dishes wanted to taste their remnants. So he asked the great devotees for their permission, and when they gave it, Narada ate those remnants and consequently became freed from all sinful reaction. He took permission, not without permission. ഗുണ്ടിച്ച മാർജനത്തിൽ ചൈതന്യ മഹാപ്രഭു ഗുണ്ടിച്ച മന്ദിർ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡിവോട്ടീസും വെള്ളം കുടമായിട്ട് കൊണ്ടു കൊടുക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. ഒരു ബംഗാളിൽ നിന്ന് വന്നൊരു ഡിവോട്ടി എന്ത് ചെയ്തു? ചൈതന്യ മഹാപ്രഭുവിന്റെ കാലിലുണ്ട് ഒഴിച്ചു, എന്നിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി. കാലൊഴിച്ചിട്ട് അഭിഷേകിച്ചിട്ട് വെള്ളം കുടിക്കാതെ. എക്സ്റ്റേണലി ഹി ബിക്കെയിം വെരി ആംഗ്രി. ആര്? ചൈതന്യ മഹാപ്രഭു. അതായത് ചൈതന്യ മഹാപ്രഭു എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടല്ല അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ വലിയൊരു അപരാധമാണ്. പക്ഷെ ഇന്റേണലി ഹി വാസ് ഹാപ്പി. എക്സ്റ്റേണലി അദ്ദേഹത്തിനെ ചാസ്റ്റൈസ് ചെയ്തു, ദേഷ്യം വന്നു, പക്ഷെ ഇന്റേണലി ഹി വാസ് ഹാപ്പി. കാരണം വെച്ചാൽ ഒരു ഭക്തൻ എന്താണ് ചെയ്യേണ്ടത്, അതായത് എന്താണ് പറയുന്നത്, നമ്മളുടെ ശാസ്ത്രം എന്താ പറയുന്നത്? ഭക്തപാദധൂളി ഭക്തപാദജൽ ഭക്തഭുക്ത അവശേഷ തീന മഹാജൽ മഹാബൽ. ഓക്കെ, ഇത് മൂന്നാണ് നമ്മളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത്. ഭക്തന്മാരുടെ പാദധൂളി, ഭക്തന്മാരുടെ പാദജൽ അഭിഷേകം ചെയ്തത്, ഓക്കെ, പാല് കഴുകിയത്, ഭക്തഭുക്ത അവശേഷം, ഭക്തന്മാര് കഴിച്ചതിന്റെ അവശേഷം. ഇത് പുറമെയുള്ള ആൾക്കാരോട് പറഞ്ഞാൽ അവർ ചിരിക്കും, അല്ലേ? പക്ഷെ ഇതാണ് നമ്മുടെ ഭക്തന്മാരുടെ ബലം, ശക്തി. അപ്പൊ ഇവിടെ നാരദൻ ആ എറ്റിക്കേറ്റ് കാണിച്ചു. ഹി ടുക്ക് പെർമിഷൻ, then only he honored that Mahaprasadam and gave it to Narada are those remnants, and consequently became freed from all sinful reactions. As he went on eating, he gradually became as pure-hearted as the sages. The great devotees relished the taste of unceasing devotional service to the Lord by hearing and chanting, and Narada gradually developed the same taste. Narada says further, Tatranoham Krishna Katha Pragayatam Anugrahena Shravanam Manoharam Tashraddhaya Menupadam Vishranvatha Priyashravasi Anga Mama Bhavatruchi. By associating with the sages, Narada got the taste for hearing and chanting the glories of the Lord, and he developed a great desire for devotional service, for satsangam. അപ്പൊ അതാണ് നമ്മുടെ ഡിവോഷണൽ. ആദ്യം തന്നെ സാധുസംഘയാണ് പറയുന്നത്. 5 potent devotional activities ഫസ്റ്റ് എന്താണ്? സാധുസംഘ. അപ്പൊ അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വിൽ fall in place. അപ്പൊ അതിവിടെ നാരദ മഹർഷി കിട്ടി. So therefore, as described in the Vedanta Sutra, Prakashascha Karmani Abhyasat, if one is engaged simply in the acts of devotional service, everything is revealed to him automatically and he can understand. This is called Pratyaksha, directly perceived. Directly perceived. പറയണ്ടോ? വായിച്ചു തീർക്കട്ടെ, കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ.
Okay, Prabhuji. So the word dharmyam means the path of religion. Narada was actually the son of maidservant. He had no opportunity to go to school, was simply assisting his mother, and fortunately his mother rendered some service to the devotees. The child Narada also got the opportunity and simply by association achieved the highest goal of all religion. The highest goal of all religion is devotional service as stated in Srimad Bhagavatam. Savai pumsam paro dharmo yado bhaktir adokshate. അതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സർവീസ്, പരോധർമ്മം. Religious principles generally do not know that the highest perfection of religion is the attainment of devotional service. As we have already discussed in regard to the last verse of chapter 8, Vedeshu Yatneshu Tapassu Chaiva. Generally, Vedic knowledge is required for self-realization. But here, although Narada never went to the school of the spiritual master and was not educated in the Vedic principles, he acquired the highest results of Vedic study. This process is so potent that even without performing the religious process regularly, one can be raised to the highest perfection. How is it possible? How is this possible? This is also confirmed in the Vedic literature. Acharyavan Purusho Veda, one who is in association with great Acharyas, even if he is not educated or has never studied the Vedas, can become familiar with all knowledge necessary for realization. The process of devotional service is very happy one, സുസുഖം. നമ്മൾ ആ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമുക്കറിയുള്ളൂ. ഇപ്പൊ നമുക്ക് ഭൗതിക തലത്തിലുള്ള ആ കാമക്രോധ ലോപമോഹം അത് ആശ്ചര്യങ്ങൾ നമ്മുടെ അത് നശിക്കാത്തത് കൊണ്ട് നമുക്ക് അതാണ് നമ്മുടെ ഏറ്റവും നമുക്ക് തരുന്ന സംതൃപ്തി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ഒരു സുസുഖമായിട്ട് കാണാത്തത്, ഹാപ്പി ആയിട്ട് കാണാത്തത്. Devotional service consists of Shravanam, Kirtanam, Vishnu. So one can simply hear the chanting of the glories of the Lord or can attain philosophical lectures on transcendental knowledge given by authorized acharyas. Simply by sitting, one can learn. Then one can eat the remnants of the food offered to God. Nice palatable dishes. In every state, devotional service is joyful. In every state. അതുകൊണ്ടാണല്ലോ ആചാര്യന്മാര് സാധു അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് അവർക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് അതിനുള്ള രുചി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വൺ ക്യാൻ എക്സിക്യൂട്ട് ഡിവോഷണൽ സർവീസ് ഇൻ ദ മോസ്റ്റ് പ്രോവർട്ടിസ്റ്റിക് കണ്ടീഷൻ. ദ ലോർഡ് സേസ് പത്രം പുഷ്പം ഫലം തോയം. ഒന്നും പറയുന്നില്ല, എനിക്ക് എന്താ പറയുക, വലിയ വലിയ മഹൾ ഉണ്ടാക്കി തരണം, വലിയ വലിയ കാര്യങ്ങളൊന്നും, സിമ്പിളായിട്ട് പത്രം പുഷ്പം ഫലം തോയം. ഇപ്പൊ എന്താണ് ഒരു കണ്ടീഷൻ? യോമേ ഭക്തിയാ പ്രയച്ചത്, ഭക്തി പുരസ്സരം, ഭക്തിയോട് കൂടിയിട്ട് എനിക്ക് തരണം. അതാണ്. അപ്പോ ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഭക്തിയാണ്, വസ്തുക്കളല്ല. വസ്തുക്കള് ഭഗവാന് നമ്മൾ തരുന്നു, അത് തന്നെ ഭഗവാന് തിരിച്ചു കൊടുക്കുന്നു. ഗംഗയിൽ പോയിട്ട് ഗംഗയുടെ വാട്ടർ എടുത്തിട്ട് നമ്മൾ ഗംഗയ്ക്ക് ഓഫർ ചെയ്യുന്നു അല്ലേ? അപ്പൊ ഭഗവാന്റെ സാധനങ്ങളിൽ നിന്നാണ് നമ്മൾ അന്ന് പിശുക്കിയിട്ട് കുറച്ച് കൊടുക്കുന്നത്. അപ്പൊ പ്രഭുപാദ പറയുന്നത്, കൃഷ്ണ is not seeing what you are giving him. He is seeing what you are holding back. നമ്മുടെ പേഴ്സിൽ 1000 രൂപയുണ്ട്, അന്ന് 10 രൂപ എടുത്തിട്ട് ഉണ്ടിപ്പട്ടിയിലിടുന്നു. അതല്ല ഭഗവാൻ നോക്കുന്നത്. ഭഗവാൻ പേഴ്സിൽ എത്ര പൈസ ഉണ്ടെന്നാണ് നോക്കുന്നത്. ഭഗവാന്റെ എല്ലാം അതൊന്ന് നമ്മള് ഭഗവാന് നോക്കിയിട്ട് ആ ചെറിയ 8 അണ 4 അണ ഇങ്ങനെ ഉറുപ്പ എടുത്ത് കൊടുക്കുന്നു. ബാക്കി വലിയ വലിയ നോട്ടൊക്കെ നമ്മുടെ പേഴ്സിലിരിക്കും. അദ്ദേഹത്തിന്റെ എല്ലാം എന്നിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പിശുക്കത്ര കാണിക്കും. സോ ഹി സീസ് നോട്ട് വാട്ട് വി ഗിവ്, ബട്ട് ഹി സീസ് വാട്ട് വി ആർ ഹോൾഡിംഗ് ബാക്ക്. റോദ പറയുന്നു. സോ അപ്പൊ പക്ഷെ എങ്കിലും എന്താണ് ഇവിടെ നോട്ട് ദ തിങ്സ്, ബട്ട് ഹി സീസ് വിത്ത് വാട്ട് ആറ്റിറ്റ്യൂഡ്. എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഭക്തിയോട് കൂടിയിട്ട്. ഭക്തിയാണ് അതിന്റെ റെക്സ്. So regardless, so anybody can do devotional service, regardless of social position, and will be accepted if offered with love. There are many instances in history. Simply by tasting the tulasi leaves offered to the lotus feet of the Lord, great sages like Sanat Kumara became great devotees. ഭഗവാന്റെ തുളസി ദളത്തിന്റെ ആ ഫ്രാഗ്രൻസ് കേട്ടപ്പോൾ സനത് കുമാരന്മാര് ഭക്തന്മാരായി.
സുഖദേവ് ഗോസ്വാമി ഭാഗവതത്തിലെ 2 ശ്ലോകം തന്റെ അച്ഛൻ കോമ്പോസ് ചെയ്തിട്ടുള്ള, വ്യാസദേവൻ കോമ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കമ്പൈൽ ചെയ്തിട്ടുള്ള 2 ശ്ലോകങ്ങൾ കേട്ടപ്പോൾ ഭക്തനായി മാറി അല്ലേ? Therefore, the devotional process is very nice and it can be executed in a happy mood. God accepts only the love with which things are offered to him. നമ്മുടെ ഈവൻ ഭൗതിക തലത്തിലും നമ്മൾ എന്ത് കൊടുത്തിനും കാര്യമില്ല. സ്നേഹം കൊടുത്തില്ല എന്താ കാര്യം? നമ്മളൊരു കാര്യം ഒരു ഇത് കൊടുക്കാണ്, ഒരു ഫ്ലവർ ബൊക്കെ കൊടുത്താൽ മതി, അതിന്റെ പിന്നിലുള്ള സ്നേഹമാണ് അത്. അപ്പൊ അതാണ് ഇവിടെ സ്നേഹം, പ്രേമത്തിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കാണുകയും. So it is said here that the devotional service is eternally existing. It's not as the Mayavadi philosophers claim. Although they sometimes take the so-called devotional service, their idea is that as long as they are not liberated, they will continue their devotional service. But at the end, when they become liberated, they will become one with God. Such temporary time-serving devotional service is not accepted as pure devotional service. Actual devotional service continues even after liberation. ശരിക്കുള്ള ഡിവോഴ്സ് സർവീസ് ആഫ്റ്റർ ലിബറേഷൻ ആണ്. അപ്പോഴാണ് പ്യുവർ ഫോമിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. When the devotee goes to the spiritual planet in the kingdom of God, is also engaged there in serving the Supreme Lord. He does not try to become one with the Supreme Lord. As will be seen in Bhagavad Gita, actual devotional service begins after liberation. After one is liberated, when one is situated in the Brahman position, Brahma Bhuta Prasanatma, na Kankshadi, na Sochadila, na Sochadi, na Kankshadi. Once devotional service begins, Sama Sarveshu Bhudeshu Mat Bhaktim Labade Param. No one can understand the Supreme Personality of Godhead by executing Karma Yoga, Jnana Yoga, Ashtanga Yoga, or any other yoga independently. Without Bhakti Yoga, independently, ഈ യോഗ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കർമ്മ യോഗ in Krishna consciousness, okay. Jnana Yoga in Krishna consciousness. Ashtanga Yoga in Krishna consciousness. That will take us back home, back to Godhead. Independently ചെയ്യാണെങ്കിൽ നമുക്ക് കൃഷ്ണ പ്രേമം കിട്ടില്ല. So by these yogic methods, one may make a little progress toward Bhakti Yoga. But without coming to the stage of devout service, one cannot understand what is personality of Godhead. In the Srimad Bhagavatam, it is also confirmed that when one becomes purified by executing the process of devotional service, especially by hearing Srimad Bhagavatam or Bhagavad Gita from realized souls, then he can understand the signs of Krishna or the signs of God. Evam prasanna manaso bhagavad bhakti yogadaha. When one's heart is cleared of all nonsense, then one can understand what God is. Thus, the process of devotional service of Krishna consciousness is the king of all education and the king of all confidential knowledge. It is the purest form of religion and it can be executed joyfully without difficulty. Therefore, one should adopt it. So, a long purport ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ മാക്സിമം നമ്മൾ വിശദീകരിച്ചുകൊണ്ട് ജസ്റ്റ് വി റാൻ ത്രൂ. സോ വാഞ്ച കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, साई गो प्रेमानंदे। हरे कृष्णा।